ബിസിനസ് കോച്ചും മോട്ടിവേഷൻ സ്പീക്കറുമായ ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് വെച്ച് നടന്ന സംഭവ വികാസങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരു വൈറലായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന. ഞാൻ അന്ന് നടന്ന സംഭവ വികാസങ്ങളെ കടക്കുന്നില്ല. ഇതൊരു നെഗറ്റീവ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അബദ്ധവശാൽ സംഭവിച്ച ഒരു കാര്യമാണെങ്കിലും ഇന്ന് അദ്ദേഹം അതൊരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ടാണ് നോക്കിക്കാണുന്നത്. അതാണ് നെഗറ്റീവ് മാർക്കറ്റിംഗ്. നമുക്കൊരു പ്രൊഡക്റ്റോ സർവീസോ ഉണ്ടെങ്കിൽ പബ്ലിക്കിന്റെ അടുത്തേക്ക് എത്തിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് നെഗറ്റീവ് മാർക്കറ്റിംഗ്. ദുബായിലും എറണാകുളം കോൺസെൻട്രേറ്റ് ട്രെയിനിങ് കോച്ച് നടന്ന അദ്ദേഹം ഈ ഒരൊറ്റ പ്രോഗ്രാമിനോട് കൂടി മലബാർ ഏരിയയിൽ നല്ല റീച്ച് ഉണ്ടാക്കാൻ സാധിക്കും. ഒരു പൈസയും മുടക്കില്ലാതെ മീഡിയയിൽ പബ്ലിസിറ്റി കിട്ടി. അദ്ദേഹത്തെ അറിയാത്ത പലരും ഇന്ന് അറിയാൻ തുടങ്ങി. യുണീക്ക് പൊസിഷനിങ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് one of the most important differentiation. Second one, attention grabbing. Negative marketing can be more memorable and engaging. എത്രത്തോളം ആളുകളാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹത്തിന്റെ വീഡിയോകൾക്ക് നെഗറ്റീവ് കമന്റ് കൊടുത്തത്? 3, സ്ട്രോങ് റിയാക്ഷൻ. നെഗറ്റീവ് മാർക്കറ്റിംഗ് ക്യാൻ പ്രൊവോക്ക് സ്ട്രോങ് ഇമോഷണൽ റിയാക്ഷൻസ് വിച്ച് ക്യാൻ ലീഡ് ടു ഇൻക്രീസ്ഡ് എൻഗേജ്മെന്റ്. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇറ്റ് വിൽ ബി എ ഡിസ്കഷൻ എമംഗ് ദ ടാർഗറ്റ് ഓഡിയൻസ്. അടുത്തത് മാർക്കറ്റ് എഡ്യൂക്കേഷൻസ്. അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം പേജും നമുക്ക് കാണാൻ സാധിക്കും. ഈ സംഭവത്തിന് ശേഷം അദ്ദേഹം എങ്ങനെയാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്, നെഗറ്റീവ് റെപ്യൂട്ടേഷൻ അത് പോസിറ്റീവായി കാണുകയും സോഷ്യൽ മീഡിയ ബിഹേവിയർ ടാർഗറ്റിംഗ് ഉപയോഗിച്ച് ഫേസ്ബുക്കിലും യൂട്യൂബിലുമെല്ലാം റീമാർക്കറ്റിംഗ് നടത്തിക്കൊണ്ടും നെഗറ്റീവ് റെപ്യൂട്ടേഷൻ സ്പോയില കസ്റ്റമറെ പോസിറ്റീവ് ഇമ്പാക്റ്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ബാലൻസിംഗ് നെഗറ്റീവ് മെസ്സേജ് വിത്ത് പോസിറ്റീവ് കണ്ടന്റ്സ് ക്യാൻ ബി എ ഐഡിയൽ അപ്രോച്ച് ടു ഓവർകം ഫ്രം ദിസ് നെഗറ്റീവ് റെപ്യൂട്ടേഷൻ.